Maybe you don't need that word today, അവൻ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ഇന്ന് വേണ്ടതായ വചനമല്ലായിരിക്കാം അത്. but in some other time that word will speak to you. മറ്റേതെങ്കിലും ഒരു സമയത്ത് ആ വചനം നിങ്ങളോട് സംസാരിക്കാനിടയായി തീരും. When you are in need, Holy Spirit will lift that word from you. ആമേൻ. എപ്പോഴാണ് നിങ്ങൾക്ക് ആ വചനം വേണ്ടത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് ആ വചനം നിങ്ങളിൽ നിന്നും എടുക്കുവാനിടയായി തീരും. And will remind you that this is the word. ആമേൻ. എന്നിട്ട് നിങ്ങളോട് ആ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കും, ഇതാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച വചനമെന്ന്. So even if it is taking much time, ചിലപ്പോൾ ഈ വചനം നമ്മോട് ഇന്ന് വായിക്കുന്ന വചനം നമ്മോട് സംസാരിക്കാൻ ചില ദിവസങ്ങൾ എടുത്തെന്ന് വരാം. but don't be hash. ആമേൻ. നമ്മൾ അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. Don't be hurry. നിവൃത്തിക്ക് വേണ്ടി നമ്മള് ധൃതി കാണിക്കരുത്. Wait and wait. ആമേൻ. കാത്തിരിക്കുക. In every word there are many secrets hidden in the word. ആമേൻ. സ്തോത്രം. ഓരോ വചനത്തിനും ഓരോ രഹസ്യമായ കാര്യങ്ങൾ നമ്മളോട് ചെയ്യാനുണ്ട്. So you have to, when you read a word, ask the Holy Spirit, what is there hidden in it for me. നിങ്ങൾ വചനം വായിക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാനായി പ്രാർത്ഥിക്കണം. So in these days God will fill you with Holy Spirit. ഈ ദിവസം നിന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. Have you taken baptism? Yes. Have you received Holy Spirit? പരിശുദ്ധാത്മ ശക്തിയുടെ ആവശ്യമുണ്ടോ? In these days, maybe today you will be filled with the Holy ആമേൻ. Spirit. നീ ഇന്ന് തന്നെ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു തലത്തിൽ നിറയപ്പെടാൻ So പോകുന്നു. you desire for Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഹൃദയത്തിൽ ആഗ്രഹിച്ചു. God has called you for the ministry. ദൈവം നിന്നെ കർത്താവിന്റെ വേലയുടെ ഭാഗം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. And God will open your eyes. ദൈവം നിന്റെ കണ്ണുകളെ തുറക്കും. Your circumstance will be changing. സാഹചര്യങ്ങളെല്ലാം മറിയും, ചേഞ്ച് ആവും, വ്യത്യസ്തമാകും. And God's grace will be upon you. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെടും. Your family will also be blessed. നിന്റെ കുടുംബം മുഴുവനായിട്ട് അനുഗ്രഹിക്കപ്പെടും. Maybe there is nothing seen now. ആമേൻ. നീ ഒരു പക്ഷേ ഇപ്പോൾ ഒന്നും കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കാം നിൽക്കുന്നത്. But God is giving you abundance. ആമേൻ. നിനക്ക് ദൈവം നിറവിനെ തരാൻ പോവുകയാണ്. He is going to give you new languages in your mouth. ആമേൻ. നിനക്ക് പുതിയ ഭാഷകളെ ദൈവം തരാൻ പോവുകയാണ്. The disputes regarding the land are going to be settled. ആമേൻ. പ്രശ്നങ്ങൾ നിറഞ്ഞ വസ്തു സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ദൈവം ക്രമീകരിക്കാൻ പോവുകയാണ്. And happy news you will hear. ആമേൻ. പുതിയ വാർത്ത, സന്തോഷത്തിന്റെ വാർത്ത നീ കേൾക്കാൻ പോവുകയാണ്. And God is giving you vitamin, everything, good food you are eating. ആമേൻ. സ്തോത്രം. ദൈവം നിനക്ക് ചില വിറ്റാമിനുള്ള ഭക്ഷണങ്ങളെ തന്ന് ദൈവം തൃപ്തിയാക്കാൻ ആഗ്രഹിക്കുകയാണ്. So I see there is a lock, it is a bondage. ആമേ. ഒരു ലോക്ക് അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. But today, because you have come here, the angel of the Lord has come and touching your head. ആമേ. ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ നിന്റെ തലയിൽ കൈവച്ച് നിന്നെ സ്പർശിക്കാൻ പോവുകയാണ്. The power of the Lord is coming upon you. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടും. And you are coming out from all bondage. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വരും. The Lord is delivering you. ആമേ. ദൈവം നിന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. The Lord is healing you. ദൈവം നിന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. The leg pain is healed. നിന്റെ കാലിന്റെ വേദനകൾ മാറുന്നു. Everything will go well. യേശുവിന്റെ നാമത്തിൽ എല്ലാം നന്നായി വരാൻ പോവുകയാണ്. And your life is going to change. ആമേ. നിന്റെ ജീവിതം തന്നെ മറിയുന്ന അനുഭവം നീ കാണാൻ പോവുകയാണ്. Shaka bara dele, in the name of Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. Expect a miracle in your life. ജീവിതത്തിൽ ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുക. The house will be completed. ആമേൻ. Expect a miracle. ഒരു അത്ഭുതം അജിതയോട് ദൈവം പറയുന്ന ഒരു അത്ഭുതം നീ ഇന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. The house will be completed. ആമേ. നിന്റെ വീട് പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. The wall will be plastered. ആമേ. നിന്റെ വീടിന്റെ ഭിത്തികൾക്ക് മാറ്റം വരാൻ പോവുകയാണ്. Everything will go well. എല്ലാം നന്നായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. And more utensils I see. ആമേ. ഒരുപാട് വസ്തുവകകൾ, സാമഗ്രികൾ നിന്റെ വീട്ടിൽ ദൈവാത്മാവ് കാണുന്നുണ്ട്. I see promotion. ആമേ. ഉയർച്ചകളെ ദൈവത്തിന്റെ ആത്മാവ് കാണുന്നു. I see you are desiring to share the word. ആമേ. നീ ദൈവത്തിന്റെ വചനം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. Ano? Is it correct? God will fulfill your heart's desire. നിന്റെ ഹൃദയത്തിന്റെ നല്ല ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിക്കും. I see you in the flight. ആമേ. സ്തോത്രം. ഫ്ലൈറ്റുകൾ നിന്റെ മുമ്പിൽ കാണുന്നുണ്ട്. I see you
going on the into the steps and entering the flight. ആമേ സ്തോത്ര സ്റ്റെപ്പുകൾ കടന്ന് ആമേ സ്തോത്രം ഫ്ലൈറ്റിലേക്ക് നീ കയറുന്ന ദൈവികമായ പദ്ധതികൾ നിന്റെ മുമ്പിൽ ഞാൻ കാണുന്നുണ്ട്. Even though there are some negative things before you, ആമേ അവിടെ എന്നാൽ ഒരുപാട് നിഷ്ക്രിയമായ വിഷയങ്ങൾ നിന്റെ മുൻപിൽ ധാരാളമായിട്ട് നീ കാണുന്നുണ്ട്. but God will deliver you. എന്നാൽ ദൈവം നിന്നെ അതിന്റെ നടുവിൽ നിന്ന് വിടുവിക്കും. You will purchase the land. നീ വസ്തുക്കളെ കൈവശമാക്കും. Happiness is coming. ആമേ സന്തോഷം വരുവാൻ പോകുന്നു. Family is blessed. ആമേ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നുണ്ട്. Do not look back. ആമേ പിന്നോട്ട് നോക്കരുത്. Everything will go well. ആമേ എല്ലാം നന്നായി വരുത്തുന്ന ഒരു സർവശക്തൻ. There will be water in the well. ആമേ സ്തോത്ര കിണറിൽ വെള്ളം കാണുന്ന ഒരു അനുഭവം കാണുന്നുണ്ട്. More Holy Spirit is coming to you. സ്തോത്ര അധികമായി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാൻ പോകുന്നു. So God will make you a powerful vessel. ആമേ നിന്നെ ദൈവത്തിന് ശക്തിയേറിയ ഒരു ഉപകരണമാക്കി മാറ്റാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. So when you, to everyone I am saying, എല്ലാവരോടും പറയുകയാണ്, ആമേൻ. when you read the Bible, ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്കുമ്പോൾ you have to ask the Lord what is there hidden in this word. ദൈവവചനത്തിനകത്ത് എന്താണ് മറഞ്ഞു കിടക്കുന്നതെന്ന് ദൈവത്തോട് ചോദിക്കണം. In the book of Deuteronomy chapter 29, ആവർത്തന പുസ്തകം 29-ാമത്തെ അധ്യായം verse 28, one of you can read. 29-ന്റെ 28. ആവർത്തനം 29-ന്റെ 28. One of you can read. വായിച്ചാട്ടെ. ആ You can read louder. ഉറച്ചു വായിക്കാം. So it is saying there are many hidden things. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. So something only is revealed that is written in the Holy Bible. ആമേൻ. വെളിപ്പെട്ട കാര്യങ്ങൾ ചിലതേ വെളിപ്പെട്ടുള്ളൂ, അത് വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. So when you read a word, ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്കുമ്പോൾ, when you ask the Lord will reveal its secrets. ആമേൻ. ദൈവത്തോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ദൈവം നമുക്കായി വെളിപ്പെടുത്തും. When you get the secret, ആമേൻ, നിങ്ങളൊരു രഹസ്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, that secret, when you know, you will get deliverance. ആമേൻ. സ്തോത്ര. ആ രഹസ്യം നിങ്ങൾക്ക് ഒരു വിടുതലായിട്ട് മാറുവാനിടയായി തീരും. So when you ask the Lord only, you will get the secret. ആമേൻ. ദൈവത്തോട് ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് രഹസ്യമായ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. When you read the Bible plainly, you will not understand it. ആമേൻ. നമ്മൾ വെറുതെ ഇങ്ങനെ വചനം വായിച്ചു വിട്ടാൽ നമുക്കൊന്നും അതിനകത്ത് മനസ്സിലാകത്തില്ല. You have to ask the Lord. ആമേൻ. കർത്താവിനോട് ചോദിക്കണം. That is what in 1 Samuel chapter 9:27 it's saying. ആമേൻ. ശമൂവേല് 9:27 അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. There is a revelation, so you stay. ആമേൻ. നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാനുണ്ട്, അതുകൊണ്ട് നീ അല്പം നിൽക്കണം. So read a word and stay there. ആമേൻ. ഒരു വചനം വായിച്ചിട്ട് നാം വചനത്തിൽ തന്നെ നിൽക്കണം. And ask the Lord, what are the secrets in this word? ആമേൻ. എന്നിട്ട് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ വചനത്തിനകത്തെ രഹസ്യം എന്താണ്, മർമ്മം എന്താണ്? The Holy Spirit will reveal the secret. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരും. When you get the secret, you will be delivered. ആമേൻ. ദൈവവചനത്തിനകത്തെ മർമ്മങ്ങളെ നിങ്ങൾക്ക് പിടികിട്ടുമ്പോൾ നിങ്ങൾ വിടുവിക്കപ്പെട്ടു തുടങ്ങും. So everyone, if anyone is saying that I am not delivered, that means you did not get the secret of the Lord. ആമേൻ. നിങ്ങൾ വിടുവിക്കപ്പെട്ടിട്ട് പെടുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നൽ വരുന്നെങ്കിൽ ഓർത്തോണം, നിങ്ങൾക്ക് വചനത്തിന്റെ രഹസ്യം ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. So stay and ask the Lord, what is the secret? ആമേൻ. ദൈവത്തോട് ചോദിക്കുക, എന്താണ് ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ? The Lord will deliver you from all the problems. സ്തോത്രം. ദൈവം അപ്പോൾ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കും. I see there are many things you are in bondage. ആമേൻ. പല കാര്യങ്ങളിലും നിങ്ങൾ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. Especially in the financial area. സാമ്പത്തികമായ മേഖലയിൽ ഒരു ബന്ധനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. The Lord will give you an abundance. ആമേൻ. നിങ്ങൾക്ക് ഒരു നിറവ് ദൈവം തരാൻ പോകുകയാണ്. Good clothes you will wear. ആമേൻ.
നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ദൈവം നൽകി തന്ന് സഹായിക്കും. The Lord is changing your address, നിന്റെ അഡ്രസ് തന്നെ ദൈവം മാറ്റി മറിക്കാൻ പോവുകയാണ്. and new journeys are coming. പുതിയ യാത്രകൾ നിനക്കായി ദൈവം ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. Mercy of the Lord is upon you, ദൈവത്തിന്റെ ദയ നിന്റെ മേലുണ്ട്. and God will deliver you from all the weakness. എല്ലാ ബലഹീനതകളിലും ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്.